ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 16,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ലോക്സഭ തള്ളി. രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതം. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കി. മറൈൻ എക്കോ സിറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ തറക്കല്ലിടും. IPL ക്രിക്കറ്റ് ആദ്യഘട്ട ഷെഡ്യൂൾ പുറത്തിറക്കി. ആദ്യ മത്സരം ഈ മാസം 28-ന്. വാർത്തകൾ വിശദമായി. കാർഷിക ഭക്ഷ്യമേഖലകളിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ആഗോള സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പുരോഗതി കൈവരിക്കുക, പുതിയ ഉയരങ്ങൾ കീഴടക്കുക എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനം നടക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 16,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തുടക്കം കുറിച്ചു. തിരുച്ചിറപ്പള്ളിയിൽ 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, രാമേശ്വരം മംഗളൂരു തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകൾ, മയിലാടുതുറൈ കാരൈക്കുടി പാസഞ്ചർ എന്നിവ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. നീലഗിരി, ഈറോഡ് ജില്ലകളിലായി നിർമ്മിക്കുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സിറ്റി ഗ്യാസ് വിതരണ ശൃംഖലയ്ക്കും അദ്ദേഹം തറക്കല്ലിട്ടു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലൂബ് ബ്ലെൻഡിംഗ് പ്ലാന്റും ശ്രീ മോദി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി സർക്കാർ അക്ഷീണം പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നെറ്റ്വർക്ക് കവേഴ്സ് Nilgiri and Erode districts of Tamil Nadu. It will provide piped natural gas to nearly 9 lakh families and hundreds of commercial organizations. Piped gas will flow directly to homes, boosting ease of living. Thousands of jobs will be created directly and indirectly. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 ധനവിനിയോഗ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ സേവനങ്ങൾക്കായി ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും കൂടുതൽ തുക നൽകുന്നതിനും വിനിയോഗിക്കുന്നതിനും അംഗീകാരം നൽകുന്നതാണ് ബിൽ. അതേസമയം സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്നലെ തള്ളി. US ഇസ്രയേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നു. 12 ദിവസം പിന്നിട്ട യുദ്ധം ഗൾഫിൽ നിന്നുള്ള ഇന്ധന നീക്കത്തെ തടസ്സപ്പെടുത്തുകയും മേഖലയിലെ വ്യോമ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്തു. തെഹ്റാനിൽ ഇന്നലെയും വ്യോമാക്രമണമുണ്ടായി. ലെബനനിലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. അമേരിക്കൻ സൈന്യം 16 ഇറാനിയൻ കപ്പലുകൾ നശിപ്പിച്ചു. തിരിച്ചടിയായി പേർഷ്യൻ ഉൾക്കടലിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട ഇറാൻ UAEയിലെ വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു. ഇന്നലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പഴയ അബുദാബി വിമാനത്താവളത്തിന് സമീപം തീപിടുത്തമുണ്ടായതായി അധികൃതർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ ബാരറ്റുമായി ചർച്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാജസ് കാലസുമായും ശ്രീ ജയശങ്കർ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. മുഴുവൻ ആഭ്യന്തര LPGയും ഗാർഹിക ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണെന്നും പശ്ചിമേഷ്യയിലെ സാഹചര്യം സംബന്ധിച്ച മന്ത്രിതല സമ്മേളനത്തിൽ അവർ പറഞ്ഞു. രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70%വും ഹോർമുസ് കടലിടുക്കിന് പുറത്തുനിന്നായതിനാൽ ഇന്ത്യയുടെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണ്. 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു. പാചകവാതക വിതരണം സുഗമമാക്കാൻ സർക്കാർ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. സിലിണ്ടറുകൾ അനുവദിക്കുന്നതിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. നിലവിലെ ഭൌമ രാഷ്ട്രീയ സാഹചര്യവും ഉപരോധവും കണക്കിലെടുത്ത് ലഭ്യമായ LPG ശേഖരം ശ്രദ്ധാപൂർവ്വം ക്ലിപ്തപ്പെടുത്തി വിതരണം ചെയ്യുകയാണെന്നും BPCL സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര ഊർജ്ജ സഹകരണത്തിൽ ഇന്ത്യ സജീവ പങ്കാളിയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. മധ്യപൂർവ്വ മേഖലയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം എണ്ണ ശേഖരം വിതരണം ചെയ്യാനുള്ള അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ആഗോള എണ്ണ വിതരണം സ്ഥിരപ്പെടുത്തുന്നതിനായി കരുതൽ ശേഖരത്തിൽ നിന്ന് 40 കോടി ബാരൽ പുറത്തിറക്കുമെന്ന് ഏജൻസി അറിയിച്ചു. ആഗോളതലത്തിൽ എണ്ണവില സുസ്ഥിരമായി പിടിച്ചു നിർത്തുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കിനെ അഭിനന്ദിച്ച് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള തീരുമാനം ഈ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയിലാണ് കൂടുതൽ എണ്ണ ശുദ്ധീകരണവും നടക്കുന്നതെന്ന് സെർജിയോ ഗോർ പറഞ്ഞു. ഗൾഫ് മേഖലയിലെയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യാപാര കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും ഒരാളെ കാണാതായതായും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. There have been reports of some casualties. We have 2 Indian nationals whom we lost and 1 remains missing. We express our condolences to the families. This happened when they were on ships, merchant vessels, and that merchant vessel came under attack. Few Indians who have suffered injuries in the GCC region, they are being treated, and our embassy and our consulate is in close touch with them to ensure their well-being. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കി. 13 അംഗരാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ 2 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെയും നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയ US ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശിക്കാത്തതിനെ റഷ്യയും ചൈനയും വിമർശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പാചകവാതക ലഭ്യതയെക്കുറിച്ച് ഗൌരവമായ ആശങ്ക ഉയരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാചകവാതക ക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പാചകവാതകത്തിന്റെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വില വർധനയുടെ ആഘാതം കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ ഇക്കോ സിറ്റി പദ്ധതിയുടെ ശിലാസ്ഥാപനം ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. 3 ഘട്ടങ്ങളിലായി 3394 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. IPL ക്രിക്കറ്റ് ആദ്യഘട്ടത്തിന്റെ ഷെഡ്യൂൾ BCCI പ്രഖ്യാപിച്ചു. ഈ മാസം 28-ന് ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഏപ്രിൽ 12 വരെയാണ് മത്സരം. ആദ്യഘട്ടത്തിൽ 10 വേദികളിലായി ആകെ 20 മത്സരങ്ങൾ നടക്കും. FIH വനിതാ ഹോക്കി 2026 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യ 4-1 വിജയിച്ചു. നവനീത് കൌർ 3 ഗോളുകളും സാക്ഷി റാണ 1 ഗോളും നേടി. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഇറ്റലിയെ നേരിടും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ താൽക്കാലിക വിഭാഗങ്ങൾ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി 2 അഡീഷണൽ CEOമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ട്രംപ് ഭരണകൂടം ഫെഡറൽ ഏജൻസികളെ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പെഷവാറിലെ US കോൺസുലേറ്റ് അടച്ചുപൂട്ടുന്നു. അഫ്ഗാൻ അതിർത്തിയോട് ഏറ്റവും അടുത്തുള്ള അമേരിക്കൻ നയതന്ത്ര ഓഫീസാണ് അടച്ചുപൂട്ടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 16,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ലോക്സഭ തള്ളി. രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതം. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കി. മറൈൻ എക്കോ സിറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ തറക്കല്ലിടും. IPL ക്രിക്കറ്റ് ആദ്യഘട്ട ഷെഡ്യൂൾ പുറത്തിറക്കി. ആദ്യ മത്സരം ഈ മാസം 28-ന്. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.